ഇന്നൊരു കപ്പയും കുടംപുളിയിട്ട മീൻകറി ഉണ്ടാക്കാമേ. അതിനിന്ന് രാവിലെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ പോയി ഐസ് ഇടാത്ത മീൻ കിട്ടി. അപ്പോൾ നമ്മൾ കുടംപുളിയിട്ട മീൻകറി വയ്ക്കാൻ പോവാണ്. രാവിലെ എടുത്ത മീനിൽ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു 2-2.5 കിലോ മീനുണ്ട്. ഒരു 50 ഗ്രാം വറ്റൽമുളക് ഞെടുപ്പ് കളഞ്ഞത്. പിന്നെ വേണ്ടത് നമ്മളൊരു 50 ഗ്രാം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, കുടംപുളി, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഒരു 100-120 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഈ വറ്റൽമുളക് ഇതിനകത്തിട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇടുകയാണേ. രണ്ട് കറിവേപ്പിലയും കൊണ്ടിരുന്നേ. ഇടുകയാണേ ഇത്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ അരപ്പൊഴിക്കുകയാണേ. 2 കപ്പ് വെള്ളം കൂടെ നമ്മൾ എടുത്തു വെച്ച കുടംപുളിയും കറിവേപ്പിലയും കൊണ്ട് ഇടുകയാണേ. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീൻ ഇടുകയാണേ. ഒരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. അത് കഴിയുമ്പോൾ തുറക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് വെറുതെ ഒഴിക്കുവേ. മീൻകറി വാങ്ങി വെച്ചിട്ട് നമുക്ക് കപ്പ റെഡിയാക്കാം. ഓക്കെ, ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. കുറച്ച് കടുക് ഇടുക. അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി, വറ്റൽമുളക്, കുറച്ച് തേങ്ങാപ്പീര. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പയുടെ അരപ്പ്: ജീരകം, തേങ്ങ, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച ചെറുതായിട്ട് അരിഞ്ഞ കപ്പയും കൂടെ ഇതിനകത്ത് ഇടുന്നേ, അരപ്പിലോട്ട്. ഓക്കെ, നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറി ഞാൻ കഴിക്കാൻ പോവാണേ. ഓക്കെ, അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ.